സുഹൃത്തുക്കളെ, ഈ 2001 മാർച്ച് മാസം 11 മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിനടുത്ത് പൂക്കിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ഒരു ബസ് അപകടം ഉണ്ടാവുന്നത്. ബസ് അമിത വേഗതയിലായിരുന്നു. ആ ബസ്സിന് തീ പിടിച്ച് 40-40 പേര് മരിച്ചു തോന്നുന്നു. എനിക്ക് അക്കൗണ്ട് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായിരുന്നാലും ബസ്സിലെ ഡ്രൈവർ സുധീർ അറസ്റ്റിലാവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സുധീർ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുധീറിനെ വിശുദ്ധനാക്കാൻ വേണ്ടിയിട്ട് മലയാള മനോരമയുടെ പത്രത്തിൽ വലിയൊരു ഇൻ്റർവ്യൂ ഒക്കെ വന്നു. സുധീർ പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്കിത് തന്നെയാണ് ചിന്ത, ഞാൻ അങ്ങനെയാണ്, ഞാൻ എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും അവരെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വൈകാരികമായിട്ടുള്ള സാധനം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവനെ ഒരു പെണ്ണ് കേസിൽ പിടിച്ചു. പിന്നെ അവനെ പോക്സോ കേസിൽ പിടിച്ചു. അപ്പോൾ ഇവനെന്ന് വെച്ചാൽ ഒരു കുറ്റബോധമില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ 2018 ജൂലൈ മാസത്തിലാണ് കോളേജിൽ പഠിക്കാൻ ഉപജീവന മാർഗ്ഗമില്ലാതെ മീൻ വിൽക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാർത്ത. ഒരു ഹനാൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയെക്കുറിച്ച്. പിന്നീട് ഹനാൻ എങ്ങോട്ടാ പോയത്? ഇവൾ കേരളത്തിൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് മന്ത്രിമാർ വരെ ഇടപെട്ടു. ആക്ച്വലി അന്ന് തന്നെ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ആ കുട്ടി തൽക്കാലത്തേക്ക് 1-2 ദിവസത്തേക്ക് ഇങ്ങനെ വാർത്ത വരുത്താൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അങ്ങനെ കോളേജ് യൂണിഫോം ഇട്ടിട്ട് അങ്ങനെ പോയതാണെന്നുള്ളതൊക്കെ. പിന്നീട് കോളേജ് അധികൃതർ പലരും അതിനെക്കുറിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അഭിപ്രായം പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കുന്ന സ്വഭാവം മലയാളിക്ക് പൊതുവെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിട്ട് ഈ മലയാളത്തിൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ മീൻ വിറ്റ കുട്ടി ഇപ്പോൾ എവിടെ എത്തിക്കണത്? ഇപ്പം എന്താ വിൽക്കണത് എന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാമല്ലോ, എന്താ വിറ്റുകൊണ്ടിരിക്കണം എന്നുള്ളത്. എങ്ങനെയും ബിഗ് ബോസിലൊക്കെ അത് കയറണം എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും വലിയ സാധനമൊന്നുമില്ല. അതിന് കയറിയിട്ടുണ്ടോ അതിന് മുമ്പ്? ഇപ്പോൾ ഉള്ളതെന്താ വെച്ചാൽ എനിക്ക് ബോച്ചയെ കാണണം, ബോച്ചയുടെ കൂടെ ഒരു ദിവസമൊക്കെ പോയി അവിടെ നിൽക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ കൂടി പറഞ്ഞിരുന്നു എനിക്ക് ഷെയ്ൻ നിഗത്തിനെ കല്യാണം കഴിക്കണം. അപ്പോൾ ഷെയ്ൻ നിഗത്തിനെ എങ്ങനെ കല്യാണം കഴിക്കാം? അറേഞ്ച്ഡ് ആണോ ലവ് മാരേജ് ആണോ? ഷെയ്ൻ ഖാൻ എന്ന് പറയണോ ഭയങ്കര അടുപ്പുള്ള മാതിരിയാണ്. ഷെയ്ൻ ഖാൻ്റെ ഉമ്മക്ക് ഇഷ്ടമായാൽ, ഉമ്മ സമ്മതിച്ചാൽ അറേഞ്ചർ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലവ് മാരേജ് കഴിക്കും. കിളി പോയി കിടക്കുകയാണ് ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം എസെൻട്രിക്കാണ്. ഷെയ്ൻ നിഗത്തിനോട് ഇതിനെക്കുറിച്ച് വെച്ചപ്പോൾ ഷെയ്ൻ നിഗം പറഞ്ഞു, ഹനാൻ എനിക്ക് അറിയ പോലും ഇല്ല എന്ന് പറഞ്ഞു. ഇത്രയുള്ളതിൻ്റെയൊക്കെ സാധനങ്ങൾ ഇതിൻ്റെ അടുത്തൊന്നും സ്റ്റഫില്ല. വെറുതെ ഇങ്ങനെ ഈ ശരീര പ്രദർശനത്തിനപ്പുറത്ത് ഇവർക്കൊന്നും അത് അങ്ങനെയല്ലാതെ അവർക്ക് റീച്ച് പോലും സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ട് അവർക്ക് റീച്ച് കിട്ടുമില്ല. അവർക്കിത് മാത്രമേ ഉള്ളൂ, എക്സ്പോസ് ചെയ്യാന്നുള്ള ബോഡി മാത്രമാണ് അവരുടെ അടുത്തുള്ള ടൂൾ എന്ന് പറയുന്നത് അവരുടെ ശരീരം മാത്രമാണ്. അത് കാണാൻ കുറേ മരകുണന്മാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി രാത്രി തട്ടുകടക്കാർ ആരോ അസഭ്യം പറഞ്ഞു, അത് അവരെ 5 പേരെ അടിച്ചു നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇറ്റ് വാസ് ഇൻ 2018 അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ 2017 ഭയങ്കര വാർത്തയായിരുന്നു. ഒരു പെൺകുട്ടി രജത് കുമാറിനെ കൂവിയതൊക്കെ ആ സമയത്താണ്. ഇപ്പോൾ ഭയങ്കര വീരനായികയാണ്. അത് കഴിഞ്ഞപ്പോഴല്ലേ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴല്ലേ അറിയണത് അവളെ കൂടെയുള്ള ആണുങ്ങളാണ് തല്ലിയത്. പക്ഷേ ക്രെഡിറ്റ് ഇവൾക്ക് കിട്ടി. ഇവൾ ഭയങ്കര ഒറ്റ ദിവസം കൊണ്ട് വീരനായികയായി, ഉണ്ണിയാർച്ചയായി, ജാൻസി റാണിയായി ഒക്കെ ആയി. അതേപോലെ തന്നെ വേറൊന്നൊരു ജയ്സൽ എന്ന് പറയുന്നിടത്ത് 2018 19 പ്രളയത്തിൻ്റെ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ബോട്ടിൽ ആൾക്കാരെ രക്ഷിക്കുന്ന സമയത്ത്, റെസ്ക്യൂ വർക്ക് നടക്കുന്ന സമയത്ത്, ഈ ഇവാക്വേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം ഇവൻ ആൾക്കാർക്ക് ചവിട്ടിക്കയറാൻ സ്വന്തം പുറം വെച്ച് കൊടുക്കുന്നു. എനിക്കന്ന് തോന്നി ഇവൻ ഫ്രോഡാണെന്നുള്ളത്. അങ്ങനെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ കയറാം, പുറം ചവിട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, പിടിച്ചു കയറ്റിയാൽ മതി. ഇവന് ലക്ഷങ്ങളുടെ സഹായം, കാരണം ഇത്രയും വലിയ ജീവകാരുണ്യ പ്രവർത്തനം, സ്വന്തം പുറം മറ്റുള്ളവർക്ക് ചവിട്ടാനായിട്ട് ചവിട്ടുപടിയായിട്ട് നിന്ന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയ മാർക്കറ്റിംഗ് ആക്കി മാറ്റി. അതൊക്കെ മീഡിയക്കാർക്ക് പറ്റിയിട്ടുള്ള ബദ്ധാ. പിന്നെ അതേ പ്രളയകാലത്ത് തന്നെയാണ് വേറൊരു സ്വന്തം ചെറിയ തുണിക്കടയാണ്. ആ തുണിക്കടയിലുള്ള തുണികൾ മുഴുവൻ ഫ്രീ ആയിട്ട് പാവങ്ങൾക്ക് കൊടുക്കുന്നു പറഞ്ഞു. ഇയാൾക്ക് പിന്നെ 4 തുണിക്കട തുടങ്ങാനുള്ള സംവിധാനങ്ങൾ കിട്ടി. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ അർഹതയുള്ളവർക്ക് പോലും നമുക്ക് ചാരിറ്റി ചെയ്യാൻ തോന്നാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തും. കാരണം ഇവരെല്ലാം ഫ്രോഡ് കളിയാണ് കളിക്കുന്നത്. അത്ര വളരെ മോശപ്പെട്ടതാണ്. ഇപ്പോഴാ ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടാണ്. ഇസ്രായേലായാലും പാലസ്തീനായാലും കുഴപ്പമില്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്. 2 ദിവസം മുമ്പേ ഞാൻ അവനെതിരെ സ്റ്റോറി ചെയ്തതാണ്. അന്ന് ഈ മീഡിയകൾക്കൊന്നും ഒരനക്കം ഉണ്ടായിരുന്നില്ല. ഒറ്റ സെക്കൻഡ് നിങ്ങൾ പോകരുത്, ഞാൻ അതിൻ്റെ വേറെ വീഡിയോ കൂടി പ്ലേ ചെയ്യിപ്പിക്കാം. ഞാൻ ഫോൺ എടുത്ത് വെക്കാൻ മറന്നുപോയി, അവിടെ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ സാധനം ഇവനൊക്കെ ഒരു വശപ്പശക്ക് എനിക്ക് തുടക്കത്തിൽ തന്നെ തോന്നി. മനാഫാണ് കൊണ്ടുവന്നത്. പക്ഷേ മനാഫ് ഒരു മര്യാദക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മനാഫിന് ഒന്ന് അർജുനുമായിട്ടുള്ള വ്യക്തിബന്ധം ഉണ്ടാവും. കാരണം ദീർഘകാലമായിട്ട് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, സൗഹൃദമുണ്ട് ഉണ്ടാവും. അതിനപ്പുറത്ത് മനാഫിൻ്റെ 10-48 ലക്ഷം രൂപയുടെ സാധനം അടി കിടക്കുകയാണ്. അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. രണ്ടും ഉണ്ടാവും. 2 കാരണങ്ങളുണ്ടാവും. ഒന്ന് ഇമോഷണലായിട്ട് സംഭവം, 2 ഫിനാൻഷ്യലായിട്ടുള്ള ഇഷ്യൂസ്. പക്ഷേ
ഇവരേതോ ഇസ്രായേലിക്ക് ഉണ്ടായതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇസ്രായേലുകാരൊക്കെ ഇവിടെ ഇടയ്ക്ക് ടൂർ വരുമല്ലോ, അങ്ങനെ കണ്ട് ഉണ്ടായതാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പിന്നെ സാധാരണ പേരിൻ്റെ പിന്നിൽ മാലയിട്ട് വെക്കുക, തന്നൻ്റെ പേരെ വെക്കുക എല്ലാവരും. അപ്പം അങ്ങനെ എന്തോ ഉണ്ടായതായിരിക്കാം. അതൊന്നും കുഴപ്പമില്ല, അതിനൊന്നും പ്രശ്നമില്ല, അതിനൊന്നും നമുക്ക് വിരോധമില്ല. ഞാൻ പിന്നെ അതല്ല, ഇനി സ്ഥലത്തിൻ്റെ പേര് ക്രെഡിറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ആൾക്കാരുടെയൊക്കെ ഒരു സ്വഭാവമുണ്ട് പിന്നെ പൊതുവേ അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഞാനും നാളെ വല്ല രാജൻ ഫ്രാൻസ് എന്നോ രാജൻ പിന്നെ ചെക്കോസ്ലോവാക്യെന്നോ രാജൻ അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പേരിട്ടാലോ എന്ന് കരുതുന്നുണ്ട്. ഈ മാധ്യമങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു. അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു. അത് NDRF-നൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു. അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല. ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവം മാധ്യമങ്ങളെയും ആ അർജുന്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു. അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത്. നമ്മൾ കേരളീയർ എന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ്. നമുക്ക് എല്ലാ കാര്യവും അറിയാം, പക്ഷെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും. അതുകൊണ്ട് നമുക്കിതൊക്കെ പാഠമാവട്ടെ. നാളത്തെ രക്ഷാപ്രവർത്തനം ഫലപ്രാപ്തിയിലെത്തട്ടെ. നമ്മുടെ കാത്തിരിപ്പ്. ആമേൻ. വിനുവി ജോണിനോട് നല്ല പ്രാർത്ഥനയാണ്. നാളത്തെ ഇതൊക്കെ ഫലപ്രാപ്തിയിലാവട്ടെ, നമുക്കിത് പാഠമാവട്ടെ. എത്ര പാഠം വന്നാലും ഇവർ പഠിക്കില്ലല്ലോ, ഇവർ വീണ്ടും തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. ഏതെങ്കിലും കാലത്ത് ഇവർക്ക് തിരിച്ചറിവുണ്ടായത് എനിക്ക് തോന്നുന്നില്ല. ഈ മീഡിയക്കാർക്ക്, സാറ്റലൈറ്റ് മീഡിയക്കാർക്ക് നമുക്കുണ്ടാവുന്ന സെൻസ് പോലും ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ സാധാരണ പിന്നെ ഫോൺ വെർട്ടിക്കലായിട്ട് ഒക്കെ ഒന്ന് പിന്നെ ലൈവൊക്കെ ആകുമ്പോൾ ഇതിപ്പോൾ ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ടില്ല, ഇതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ ഐ കോൺടാക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, ക്ഷമിക്കുക. ഈ പിന്നെ ഇന്ന് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി, കാരണം ലൈവിൽ ആരെയും കാണാനില്ല, അതുകൊണ്ടാണ് ഈ രാവിലെ ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഇവൻ ഒരു അല്പനാണ്. ഇവൻ അവിടെ ചെന്നിട്ട് എനിക്ക് ബോഡി അവിടെ പോവില്ല, അവർ പുഴയുടെ ഭാഗത്താണ് തരുന്നത്, അവിടെ അങ്ങോട്ട് ഒരിക്കലും പോവില്ല, ഇവിടെയാണ് ഉള്ളത് ബോഡി. ഇവൻ തീരുമാനിക്കുക. എന്നിട്ട് ഇവൻ പറയാം എനിക്ക് ഡ്രില്ലിംഗ് മെഷീൻ ചോദിച്ചിട്ട് തന്നില്ല. പിന്നെ അവൻ്റെ അമ്മൂമ്മയുടെ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാക്കി കൊടുക്കാൻ പോകല്ലേ. ഡ്രില്ലിംഗ് മെഷീൻ അല്ല, അവിടെ ബോർവെല്ലിൻ്റെ യൂണിറ്റ് കൊണ്ടുവന്നിട്ട് ഒരു ബോർവെല്ലിൽ വലിയ പിന്നെ 15-ൻ്റെയൊക്കെ ബോർവെൽ യൂണിറ്റ് കൊണ്ടുവന്നിട്ട് വലിയൊരു പിന്നെ അധികം താഴ്ചയിലടിക്കേണ്ട ഒരു 10 അടി താഴ്ചയിലടിച്ചിട്ട് ഇവനെ പിടിച്ച് അതിനകത്ത് ഇട്ടാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ ആര്യയിഴഞ്ചാം തോടില്ലേ, നമ്മളെ ആമയിഴഞ്ചാം തോട്, ആര്യയുടെ പേരിൽ ഇപ്പോൾ ആ തോടിനെ ആര്യയിഴഞ്ചാം തോടെന്ന് പേരിടുക നല്ലത്. അതിനകത്ത് അങ്ങനെ കൊണ്ടിടണമായിരുന്നു അവനെ. എനിക്കപ്പോഴേ തോന്നി വശപ്പച്ച്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഒന്ന് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം മാധ്യമങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ആശാരിമാർ ചിലരുണ്ട് ഈ നാടകങ്ങൾ ചെയ്യുന്ന ചില പരിപാടികളുണ്ട്, സ്ഥാനം കാണണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഈ മാധ്യമങ്ങളെന്ന് വെച്ചാൽ വിശുദ്ധന്മാരെ വിശുദ്ധന്മാരാക്കുകയും ചെയ്യുന്ന, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അവർക്ക് ഒന്ന് ചിലപ്പോൾ അബദ്ധമായിരിക്കും, ചിലപ്പോൾ ഇവരുടെ ആവേശത്തിന് പുറത്തായിരിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നെ ഇതുകൊണ്ട് നേട്ടമുണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവനൊരു ദിവസം കൊണ്ട് സ്റ്റാറായി. പിന്നെ ഇവൻ്റെ പിന്നെ താല്പര്യം എന്തിലായിരുന്നു? ഇവൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ അവന് ഇതിനെക്കുറിച്ച് ABC അറിയില്ല എന്നുള്ളത് പറയാൻ കണ്ടെന്നറിയോ. ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പം ഇവനൊരു എക്സ്പേർട്ടല്ല. ഇവനിപ്പോൾ ഏതെങ്കിലുമൊക്കെ റെസ്ക്യൂ ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. റെസ്ക്യൂ ടീമിൽ വർക്ക് ചെയ്യുന്ന 500 പേരുള്ള ടീമിൽ ഒരാളായിട്ടാണ്. ഇവൻ ഒബേ ചെയ്യാനേ അറിയുള്ളൂ. നീ അവിടെ തൂമ്പെടുത്ത് കളിക്കാൻ പറഞ്ഞാൽ കളിക്കാം, നീ ഇവിടെ കയറിട്ട് ഇറങ്ങാൻ പറഞ്ഞത് ഇറങ്ങാം. അല്ലാതെ ഇവൻ ഇങ്ങനത്തെ ഒരു കാര്യത്തെ മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ലും ഇല്ല, ഒരു സാധനവും ഇല്ല. ബേസിക് സേഫ്റ്റി പിന്നെ പോളിസി പോലും അറിയില്ല. ഒരു റെസ്ക്യൂ ടീമിനകത്ത് ഒരാളെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ഒരു സേഫ്റ്റി ജാക്കറ്റ് ഇട്ടിട്ടില്ല, ഇതൊന്നും ഇട്ടിട്ടില്ല. സേഫ്റ്റി ജാക്കറ്റ് ഇടണം, പിന്നെ ഹെൽമെറ്റ് ഇടണം. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു പിന്നെ ഉള്ള പോളിസിയാണത്. അതൊരു അങ്ങനെ എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ് ഇത്ര സ്ഥലത്ത്. അത് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിലും ബിൽഡിങ്ങിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിലും ചെയ്യണം. നമ്മുടെ നാട്ടിലൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലും ഇവനെ അറിയില്ല. ഇവനവിടെ വന്നിട്ട് അതുമാത്രമല്ല, ഇവൻ ഇതിനകത്തൊന്നും ശ്രദ്ധയില്ല. ഇവനവിടെ പിന്നെ രാത്രി കിടന്നു തുടങ്ങിയിട്ട് പിന്നെ രാവിലെ എഴുതിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ പണിയെന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കില്ല. പിന്നെ അതിനിടയിൽ കൂടി ചാനലിൽ കയറി നിന്നിട്ട് ഒരു ചാനലുകൾക്ക് ചർച്ചയിൽ പങ്കെടുക്കുക. ഇത് റെസ്ക്യൂ വർക്കിന് വന്നവനെ, നമ്മളൊക്കെ കവളപ്പടയിൽ കണ്ടതാ. റെസ്ക്യൂ വർക്കിന് വന്നവൻ മാധ്യമങ്ങൾക്ക് അരമണിക്കൂറോ 1 മണിക്കൂറോ ന്യൂസ് അവർ ഉണ്ടാകുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുക. വരുന്ന മാധ്യമങ്ങൾ മീഡിയകൾക്ക് മുഴുവൻ ബൈക്ക് കൊടുക്കുക. വേറെ ഒരു പരിപാടിയില്ല. സെലിബ്രിറ്റി ആവാൻ നോക്കിയതാ, അത്രയേ ഉള്ളൂ. ഒരാത്മാർത്ഥതയില്ല. അതുകൊണ്ട് എത്ര സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ ആരെങ്കിലും ആണ് ആ മണ്ണിനടി കിടക്കുന്നുണ്ടെങ്കിൽ അവനങ്ങനെ ചെയ്യുമോ? എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അവൻ ചെയ്യും. അവൻ്റെ മാനസികാവസ്ഥ അങ്ങനെ. അവൻ്റെ സ്വന്തം അമ്മയും സ്വന്തം സഹോദരനും കിടന്നാൽ പോലും അവനിങ്ങനെ ആളാവാൻ നോക്കും. അതിനിടയിൽ കൂടെ അവൻ പറഞ്ഞ് ഒരു ചാനൽ ചർച്ചയ്ക്കകത്ത് എനിക്ക് കല്യാണം നടന്നിട്ടില്ല, എനിക്കാരും പെണ്ണ് തരുന്നില്ല. അപ്പോൾ ഈ സെലിബ്രിറ്റി ആയാലെങ്കിലും പെണ്ണ് കിട്ടുന്ന വരുന്നില്ല. അപ്പോൾ പെണ്ണ് കിട്ടാൻ വേണ്ടി പോയതാ അങ്ങോട്ട്.
അവന് പെണ്ണുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കി കൊടുക്കാതെ ഇവിടെ കൊച്ചിയിലൊക്കെ ഇഷ്ടംപോലെ അതിന് അവൻ്റെ ആവശ്യത്തിന് പറ്റുന്ന പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ. ഒരുമാതിരി ഊളാന്ന് പറഞ്ഞാൽ വെറും ഷോ ഓഫ്, ഷോമാൻ, അത് തന്നെ അവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു രീതിയിലുള്ളൊരു സാധനവും ഇല്ല. മാത്രമല്ല ഇവൻ ആ ഫാമിലിയെ വരെ മിസ്ഗൈഡ് ചെയ്തു. കാരണം ആ വീട്ടുകാർ പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു, ഞങ്ങൾ പറയുന്ന സ്ഥലത്തല്ല അവർ തിരയുന്നത്, ഇതിൻ്റെ എക്സ്പേർട്സ് അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് അവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കുക. ബാലുശ്ശേരി MLA പിന്നെ സച്ചിൻ ദേവിനെ പോലെ പട്ടിയന്തയ്ക്ക് പോയ പോലെ പോയതല്ല. അഷ്റഫും MP പിന്നെ MK രാഘവനും പിന്നെ കോഴിക്കോട് MP MK രാഘവനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാത്മകമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക ഓരോ വിഷയങ്ങൾക്കകത്ത്. ഇന്ന് പോലും സച്ചിൻ ദേവിനെ അവിടുത്തെ MLA പോലും പിന്നെ കാർവാറിലെ MLA പോലും മൈൻഡ് ചെയ്തിട്ടില്ല. സതീഷ് ഗെയിൽ അദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞപ്പോൾ മറ്റേ MLA മാരെയൊക്കെ പറയുന്നുണ്ട്, മറ്റേ MP ഒക്കെ പറയുന്നുണ്ട്. ഇവരൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ഓന് ഇവരോട് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണ്ടേ, മലയാളത്തിൽ പോയി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ. അതിൻ്റെ പ്രശ്നം അതുകൊട്ടെ, നമ്മളെ വിഷയം പിന്നെ ഈ ചങ്ങായിയാണ്. പിന്നെ ഒരു ഊളെന്ന് പറഞ്ഞാൽ സേഫ്റ്റി നിയമങ്ങൾ പോലും അറിയാത്തവർ തന്നെ എങ്ങനെയാണ് റെസ്ക്യൂ വർക്കിന് പോകുക എന്നുള്ള സാമാന്യ ബുദ്ധി ആലോചിക്കില്ലേ? പിന്നെ ഇവരെ എവിടെ ഈ വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക, ഞങ്ങൾ പറയുന്നിടത്തല്ല തിരയണത്, അവർക്ക് വേറെ സ്ഥലത്താണ് തിരയുന്നത്, അവിടെ തന്നെ ഉണ്ട്, ഞങ്ങളുടെ ആൾക്കാർ പറഞ്ഞ് കാണിച്ചു കൊടുത്ത സ്ഥലത്തുണ്ട്. അങ്ങനെയാണ് 2-3 ദിവസം പോയത് കുറേ. കർണാടക സർക്കാരിൻ്റെ അടുത്ത് അലംഭാവം ഉണ്ടായിട്ടുണ്ട്, താമസം ഉണ്ടായിട്ടുണ്ട്, ഡിലേ ഉണ്ടായിട്ടുണ്ട്, ഒക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ മിസ്ഗൈഡിങ് ആണ്. അതേപോലെ തന്നെ ഈ നിർബന്ധ ബുദ്ധി പിന്നെ മലയാളം മീഡിയാസ് കൂടെ നടത്താൻ പഠിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരത് നിർബന്ധിതമായി ഇത് ചെയ്യാൻ അവർ നിർബന്ധിതരാകുകയാണ്. ഇന്ന് AKM അഷ്റഫ് പറഞ്ഞു, അവരാദ്യം തൊട്ടേ പറയുന്നുണ്ട്, ഇവിടുന്ന് വന്നിട്ടുള്ള പിന്നെ ദുരന്ത നിവാരണ സേന മറ്റേ NDRFൻ്റെ ആൾക്കാർ അവരൊക്കെ പറയുന്നുണ്ട് ഇന്ന ഭാഗത്താണ് ഉണ്ടാവുക, അവർ പറഞ്ഞ ഭാഗത്താണിപ്പോൾ ഇത് പിന്നെ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷേ നമ്മളാണ് പറഞ്ഞത് ഇപ്പുറത്ത് തരാൻ പറഞ്ഞതെന്ന് AKM അഷ്റഫ് തുറന്ന് സംഭവിച്ചു. ഒരു കൺഫെഷനായിരുന്നു, കുമ്പസാരായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാനിപ്പോൾ നോക്കിയിട്ട് കിട്ടുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ കണ്ടു, പക്ഷേ ഇന്നിപ്പോൾ തിരഞ്ഞപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ AKM അഷ്റഫ് എന്നൊക്കെ പറഞ്ഞ് അടിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ പിന്നെ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലത് നിങ്ങളുടെ ന്യൂസ് ഫീഡിലോ എവിടെയെങ്കിലൊക്കെ വരും, ടൈം ലൈനിൽ എവിടെയെങ്കിലൊക്കെ വരും. ഓക്കെ, ഇത് ഈ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമെന്ന് വെച്ചാൽ ഈ അലൻ ജോസ് പെരേര പിന്നെ കിംബോയ് എന്നൊക്കെ പറഞ്ഞ് നടക്കണ അവരെ കൊണ്ട് പിന്നെ സാമൂഹ്യ ദ്രോഹമൊന്നുമില്ല. കണ്ടാൽ മതി. സോഷ്യൽ മീഡിയയിൽ അവരെന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ കാണേണ്ടവർ കണ്ടാൽ മതി, കാണാത്തവർക്ക് കാണാതിരിക്കുക. ഇവൻ അങ്ങനെയല്ല, ഇവൻ സമയം വരെ കെടുത്തി കളഞ്ഞു. 2 ദിവസം കൊള്ളാക്കി അവനെ അടിച്ച് കൈയും കരും തല്ലി പിടിച്ച് വിടുക വേണ്ടേ, വൃത്തികെട്ടവൻ. അവനൊക്കെ കൊണ്ടു കിടക്കുക. ഇവൻ പിന്നെ മുരളി തുമ്മാരുകൂടിയേക്കാൾ വലിയ വിദഗ്ധരാണ്. ഭൂകമ്പം എങ്ങനെ മാനേജ് ചെയ്യാമെന്നറിയാം, വെള്ളപ്പൊക്കം എങ്ങനെ മാനേജ് ചെയ്യാമെന്നറിയാം, ഉരുൾപൊട്ടൽ എങ്ങനെ മാനേജ് ചെയ്യാമെന്നറിയാം, മണ്ണിടിച്ചിൽ എങ്ങനെ പിന്നെ മാനേജ് ചെയ്യാമെന്നറിയാം, അഗ്നിപർവ്വതം പൊട്ടിയാൽ അതും കൂടി ഇവൻ മാനേജ് ചെയ്യും. അത്രയും വിദഗ്ധനാണ്. 5 വയസ്സുവരെ ബുദ്ധിയില്ലാത്ത ഒരുത്തൻ, പക്ഷേ ഇവൻ കുരുട്ടുബുദ്ധി കൂടുതലാണ്. ഇവൻ ഈ ചാൻസ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇങ്ങനെ ഉപയോഗിച്ചു. ഈ അവസരം ഒരു മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ട് എന്നിട്ടാണ് ഇവന് ഉപയോഗിച്ചത്. അവരൊക്കെ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇവനെ കൊണ്ടൊക്കെ എന്തിനാ പറ്റുക? ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീമിനകത്ത് പണ്ട് ഞാനും EMS കൂടി ജവഹർലാൽ നെഹ്റുവിനെതിരെ പിന്നെ സമരം നയിച്ചു എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ വെച്ചാൽ 10,000 പേര് പങ്കെടുത്ത റാലിയാണ്. ജവഹർലാൽ നെഹ്റുവിനെതിരെയാണ് റാലി. ജവഹർലാൽ നെഹ്റു രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ കാലത്താണ്. അതിൽ ഇയാളും പങ്കെടുത്തു. EMS ആണ് നയിക്കുന്നത്. അപ്പോൾ സംഭവം ശരിയാണ്, EMS മൂപ്പരും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ 5,000 പേരിലൊരാളാണ് ഇയാൾ. അതേമാതിരിയാണ് ഇവൻ്റെ റെസ്ക്യൂ ലീഡിങ്. ഇവന് 500 പേരിലുള്ളൊരു ടീമിനകത്തോ അല്ലെങ്കിൽ 1000 പേരുള്ള ടീമിനകത്തോ ഒരു കൂലിപ്പണിക്കാരനായിട്ട് പോയത്. കൂലിപ്പണിക്കാർ മോശമാണെന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ, അതിനെ തെറ്റിദ്ധരിക്കരുത്. അവനോട് ഇവിടെ കുടിക്കണമെന്ന് പറയുമ്പോൾ അവിടെ കുടിക്കുക, ഇവിടെ കയറാമെന്ന് പറയുമ്പോൾ കയറി. ഇതേ ഇവനെ അറിയുള്ളൂ. ഒരാളുടെ സൂപ്പർവിഷൻ അടിയിൽ മാത്രം പണിയെടുത്ത് ശീലമുള്ള ഒരുത്തർ അവിടെ പോയിട്ട് അവന് മാനേജറാവണം. അവന് മിലിറ്ററി നിയന്ത്രിക്കണം, മിലിറ്ററിക്ക് വേണ്ട പിന്നെ അഭിപ്രായങ്ങൾ അവന് പറഞ്ഞു കൊടുക്കണം. പിന്നെ കളക്ടർ ഓൻ പറഞ്ഞാൽ കേൾക്കണം, SP ഓൻ പറഞ്ഞാൽ കേൾക്കണം. അവന് ഡ്രില്ലിംഗ് മെഷീൻ വേണമെന്ന് പറയുമ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ വേണം. അവൻ്റെ അമ്മൂമ്മയുടെ ഡ്രില്ലിംഗ് മെഷീൻ വൃത്തികെട്ടവൻ. കല്യാണ വീട്ടിലൊക്കെ പോകണം, വലിയൊരു സെലിബ്രിറ്റി ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക അവിടെ. ഇവൻ ഏത് അവൻ്റെ തന്ത ഏത് ഇസ്രായേലുകാരനായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉള്ള കാര്യം പറയാം, ട്രോമാനാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളടുത്ത് പറ്റിയിട്ടുള്ള ഒരുപാട് പിന്നെ വിഷയങ്ങളുണ്ട്. എൻജിൻ ഓണായിരുന്നു. വീണ്ടും വെള്ളത്തിൽ പോയ വണ്ടിയുടെ എൻജിനൊന്നും അങ്ങനെ ഓണായിട്ടിരിക്കില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ഒരുപാട് പ്രചരിപ്പിച്ചു. അതല്ല ഈ കുടുംബം വിശ്വസിച്ചു. അവരിവിടെ നിൽക്കുക. അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന റൂമർ മുഴുവൻ വിശ്വസിച്ചു പോവുകയാണ്. അവരുടെ മാനസികാവസ്ഥ അങ്ങനെ. അവരെ കുറ്റം പറ്റില്ല. ഞാനും നിങ്ങളുമാണെങ്കിലും വിശ്വസിച്ചു പോകും. കാരണം പ്രതീക്ഷയോടെ കാത്തിരിക്കും. GPS പിന്നെ ലൊക്കേഷൻ കാണിച്ചുകൊണ്ടിരുന്നു.
ഇന്ന് പിന്നെ ഇന്നത്തെ മലയാള മനോരമയുടെ ഓൺലൈനിൽ ഞാൻ കണ്ടതാ GPS പിന്നെ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻജിൻ ഓഫ് ആയി കഴിഞ്ഞാൽ 18 മിനിറ്റോ അങ്ങനെ എന്തോ വർക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ GPS വർക്ക് ചെയ്യില്ല. GPS ലൊക്കേഷൻ കാണിച്ചു. ഫോൺ റിങ് ചെയ്തിരുന്നു. വെള്ളത്തിൽ പോയ ഫോൺ എങ്ങനെ റിങ് ചെയ്യുക? അല്ലെങ്കിൽ ഫോൺ അവിടെ തെറിച്ചു പോകണം. ഈ ഫോൺ റിങ് ചെയ്തു എന്നൊക്കെ പറയണത് ആരാ പറഞ്ഞാൽ നമുക്കറിയില്ല. ഇവരെ വീട്ടുകാർ പറഞ്ഞതാണ്. ആരാണ് അവരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതെന്നറിയില്ല, ആരാ വിളിച്ചതെന്നറിയില്ല. ഇതൊക്കെ പറഞ്ഞവരും കൂടി വിളിച്ചത് കൊണ്ടുവരണം. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർ വീട്ടുകാർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അത് അവരുടെ മാനസികാവസ്ഥ കൊണ്ടാണ്. പക്ഷേ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള, മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആ അമ്മേനെ കൊണ്ട് അഗ്നിവീറിനെതിരെ പറയിപ്പിച്ചില്ലേ. ഇന്നലെ അവർ തിരുത്തി പറഞ്ഞു സൈന്യം നല്ലതായതെന്ന്. സൈന്യം വന്ന് 2 ദിവസം കൊണ്ട് ടൊം. ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും ഒക്കെ എത്രത്തോളം മികച്ചതാണെന്നുള്ളത് നമുക്ക് വീണ്ടും ബോധ്യപ്പെട്ടു. അവരെ വിളിക്കാൻ വൈകിപ്പോയി. അത് കർണാടകയുടെ അടുത്ത് പറ്റിയ തെറ്റാണ്, കേരളത്തിനടുത്ത് പറ്റിയിട്ടുള്ള തെറ്റാണെന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിനകത്തുള്ള വലിയ പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടൊക്കെ ഉണ്ട്. ഇവൻ ഏത് ഇസ്രായേലിയാണെന്നുണ്ടെങ്കിലും ഈ മനുഷ്യനാവണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ആദ്യം മനുഷ്യനാവും. പിന്നെ ഇസ്രായേലി മനുഷ്യനാണല്ലോ. അല്ലാതെ വീട് കത്തുമ്പോൾ വാഴ വെട്ടുന്ന ഈ സ്വഭാവം ഒന്നും നല്ലതല്ല ആരാണെങ്കിലും. പിന്നെ അമ്മയോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയണത് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുതെന്ന്. ഇതിലൊക്കെ പൊളിറ്റിക്സൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അഗ്നിവീർ പദ്ധതി ഒന്നും വലിച്ചടിക്കേണ്ട ഒരു കാര്യമില്ല. മകൻ നഷ്ടപ്പെട്ട വേദനയാണോ രാഷ്ട്രീയം സംസാരിക്കലാണോ അവരെ പണി? അത് ഓർത്തിൽ പിന്നെ ഇനിയിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? ഈ കിട്ടിയ അവസരത്തിൽ രാഷ്ട്രീയം പറയാൻ തോന്നുന്നുണ്ടോ? ക്രൂരതയാണെന്ന് എനിക്കറിയാം ഇങ്ങനെയൊക്കെ പറയണത്. പക്ഷെ അല്ലാതെ നമ്മൾ പറയാം. അവർക്ക് പറയാമെന്നുണ്ടെങ്കിൽ നമുക്കും പറയാം. വേദനയുടെ ആനുകൂല്യം നമുക്ക് എല്ലാ കാര്യത്തിലും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, എന്തായിരുന്നാലും ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. ഇപ്പം ഈ പാമ്പ് പിടിക്കാൻ നാട്ടിലെല്ലാവർക്കും അറിയാം. പാമ്പ് പിടിക്കാൻ അതിന് ചിലപ്പോൾ രാജവമ്പാൻ ഇറങ്ങിക്കഴിയുന്ന സ്ഥലത്ത് പിന്നെ എനിക്കും പാമ്പിനെ പിടിക്കാൻ അറിയാം. പാമ്പിനെ കുറേ കൊന്നിട്ടുണ്ടൊക്കെ ഉണ്ട്. ഞാൻ പാമ്പിനെ കണ്ടാൽ വിടൂല. അറിയാതെ അബദ്ധത്തിൽ ചേര വരെ എത്തു പോയിട്ടുണ്ട് മൂർഖനാണെന്ന് കണ്ടിട്ട്. കറുത്ത ഏരണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ മൂർഖനാന്ന് കരുതി. അപ്പോൾ പാമ്പ് ഓടുന്നതിൻ്റെ ഒപ്പം ഞാനും ഒരു ചീമക്കൊന്നര വടി എടുത്തിട്ട് ഞാൻ കൂട്ടുക. ഈ ചേരയുടെ കൂടെ മൂർഖൻ്റെ കൂടെയൊക്കെ ഓടി എത്തണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ പിന്നെ ഉസൈൻ ബോൾട്ട് ഓടുന്ന പോലെ ഓടണം. കാരണം അത്ര സ്പീഡിലായി സാധനം പോവുക. അണലിയാണെന്നുണ്ടെങ്കിൽ നല്ല ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുമോ, പിന്നെ ചാടി കടിക്കും. അടലിയെ കൊല്ലാൻ എളുപ്പമാണ്. അണലിയാണ് സ്പീഡിൽ വരില്ല. പിന്നെ അത്ര ഉയരത്തിൽ തലവൊക്കെ പത്തിയെടുത്ത് ഇങ്ങനെ നിൽക്കാനും പറ്റില്ല. ഇത് ചാടി കടിക്കും. പക്ഷേ പെട്ടെന്ന് കടിച്ചാലും പിന്നെ സംഭവം തീർന്നു. പക്ഷേ പിന്നെ അപ്പം ഞാൻ പറഞ്ഞത് ഈ പാമ്പിനെ പിടിക്കാൻ എല്ലാവർക്കും അത്യാവശ്യം കഴിയും. പാമ്പിനെ പിടിക്കാനൊക്കെ പറ്റും. പക്ഷേ അങ്ങനത്തെ ഒരു സാധനം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വിദഗ്ധർ വേണം. ബാബു സുരേഷിനെ പോലെ അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്നെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള നല്ല അങ്ങനത്തെ റെസ്ക്യൂ ടീമിനെയൊക്കെ കൊണ്ടുവരണം. അല്ലാതെ ഈ മാരപ്പൊട്ടൻ അവിടെ നിന്നിട്ട് മരപ്പൊട്ടനല്ല, നാട്ടുകാരെ മുഴുവൻ അവൻ പൊട്ടനാക്കി. അവൻ മിടുക്കനാണ്. പക്ഷേ ഒരു ബോഡി വെച്ചിട്ടാണ് അവൻ കളിച്ചത്. ഇത്തരം അബദ്ധങ്ങൾ ഇത് മീഡിയകൾ ആവർത്തിക്കരുത്. മീഡിയകളാണല്ലോ, നാട്ടുകാരെ കുറ്റമല്ല അത്. മീഡിയകളാണ് അവനെ വലുതാക്കിയത്. പിന്നെ മനാഫ അവനെ വിശ്വസിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ വീട്ടുകാർ ഇവർ പറയണ കേട്ടിട്ട് GPS, എൻജിൻ, ഫോണ്, കുന്തം കുറച്ചൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം വീട്ടുകാരും വിശ്വസിച്ചു, നാട്ടുകാരും വിശ്വസിച്ചു, നമ്മളും കരുതി. വെള്ളത്തിൽ കിടക്കുന്ന സാധനത്തിൽ ഒന്നും നടക്കില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ മലയാളിക്ക് പറ്റിയിട്ടുള്ള അബദ്ധം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്രയും ദിവസം ഡിലേ ആയിട്ടുള്ളത്. ഇനി പിന്നെ എല്ലാവരും പറയുള്ളൂ സുജയപാർവതിക്ക് നൽകണം പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ കണ്ടമെൻ്ററി പറയുകയാണ്. ഇവർക്ക് എന്തിൻ്റെ കുഴപ്പമെന്നാണ് പിന്നെ ചുമ്മാ ഒരു പിന്നെ വിവരക്കേട് വിളിച്ച് പറയുന്നത്. ജീവൻ്റെ തുടിപ്പുകൾ ജീവൻ അർജുനെ കാത്തിരിക്കുകയാണ് നാം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സാഹിത്യത്തിൽ ചിലച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും പച്ച മലയാളത്തിൽ. പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നും പറയാൻ പറ്റില്ല. അവിടെ നിന്നുള്ള ക്രിക്കറ്റ് കമൻ്ററി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ആയിരുന്നു സുജയും കൂടി മത്സരിച്ച്. സ്മൃതി കുറച്ചുകൂടി പാകത്തിനാണ് പറയണേ. ഉണ്ണി ബാലകൃഷ്ണൻ പാകത്തിനേ പറയാറുള്ളൂ. ഉണ്ണി ബാലകൃഷ്ണൻ അല്ലെങ്കിലും അങ്ങനെ തന്നെ ഒരു മിതത്തുള്ള ആളാണ്. എന്തായിരുന്നാലും ഓക്കെ, ഇവരെല്ലാം കൂടി നാടകം കളിച്ച് ശരിയാക്കിയിട്ട്. അതുകൊണ്ടപ്പോൾ ആ പിന്നെ പയ്യൻ്റെ ഇവരെന്ന് പറയണ പോലെ നല്ല പയ്യൻ്റെ ബോഡി ആ വണ്ടിക്കിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ ബോഡി തന്നെ കിട്ടുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഞാൻ ഊഹിക്കുന്നു. ഞാനിത് തുടക്കത്തിലേ പറഞ്ഞതാണ്. സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ പറയുന്ന പോലെ അതിനകത്ത് അങ്ങനെ പിന്നെ എയർ കണ്ടീഷനാണ്, സർവൈവ് ചെയ്യാൻ പറ്റും, വെള്ളമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പേടിച്ചു വെച്ചു തോന്നേ. പിന്നെ ഈ വണ്ടി ഇത്രയും വലിയ കല്ലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഇതിങ്ങനെ പിന്നെ ഇവനൊരു അപകടം പറ്റാതിരിക്കുമോ? ഗ്ലാസ്സൊക്കെ പൊട്ടി പുറത്തേക്കാനും അർജുൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി വലിയ സാധനമാണ്. മറ്റേ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. വേറെ 2 പേരുണ്ട്. കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ കിട്ടിയാലും ആ മുഖം പോലും അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റുന്ന അവസ്ഥയിലാവില്ല എന്ന യാഥാർത്ഥ്യത്തോട് 100% പൊരുത്തപ്പെടാനുള്ള ഒരു പിന്നെ മാനസികാരോഗ്യമാണ് ആ കുടുംബത്തിനുണ്ടാക്കി കൊടുക്കേണ്ടത്. അവരെ മെല്ലെ മെല്ലെ കൺവിൻസ് കൊണ്ടുവരണം.
അവരിപ്പോഴും കാണാൻ നിർത്തിയിട്ടിരിക്കുകയും ജീവനോടെ കിട്ടുന്നുള്ള പ്രതീക്ഷ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവരെ വല്ല അതിന് മനസ്സ് പാകപ്പെടുത്തണം, പെട്ടെന്ന് തകരാവേ. ചിലപ്പോൾ അവരും ചിന്തിക്കുന്നുണ്ടാവും നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ തന്നെ. ശരിയെന്നാ, എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി മാധ്യമങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന മാതിരി പൈങ്കിളി സാധനങ്ങൾ അടിച്ചു വിടുന്നത്, ജീവൻ്റെ തുടിപ്പുകൾ അവശേഷിക്കുന്നൊക്കെ പറഞ്ഞ് സുജയപാർവതി അല്ലെങ്കിലേ അങ്ങനത്തെ ഒരു പൈങ്കിളിയുടെ ആളാണ്. അവൾ പണ്ട് ഉമ്മൻചാണ്ടിയുടെ പിന്നെ വിലാപയാത്ര വന്നപ്പോൾ വണ്ടിക്കകത്ത് കയറിയിട്ട് ഞാനതിനെക്കുറിച്ച് പ്രാവശ്യം ചാണ്ടിയമ്മനോട് സംസാരിക്കുകയും ചെയ്തതാണ്. ഇല്ല മരിച്ചിട്ടില്ല, ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല. പിന്നെ അവൾ അപ്പൂപ്പനാണോ മരിച്ചത്? ഉമ്മൻചാണ്ടി മരിച്ചിട്ട് ഒരു ദിവസമായി ഇവിടെ എത്തിയപ്പോൾ. അപ്പോഴാണ് ഇവൾ കയറിയിട്ട് വണ്ടിക്കകത്ത് പറഞ്ഞു ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പിന്നെ മിമിക്രി മോണോക്ടേറ്റൊക്കെ വന്നിരിക്കുന്നത്. വലയ്ക്ക് മല ജേർണലിസം.